ഹലോ. ഹലോ പറ. നിന്നെ കുറെ വിളിച്ചല്ലോ, വിളിക്കുമ്പല്ലോ ഫോൺ ബിസി. അത് അമ്മയെ വിളിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അമ്മ. അമ്മേനെ വിളിക്കുന്നതിന് എന്തിനീ ഞാൻ എപ്പോ വിളിക്കുമ്പോ ബിസിയാണ്. അതും പകല് പിന്നെ ഞാൻ വിളിക്കില്ല. ഈ രാത്രിയാകുമ്പോ ഇങ്ങനെയാ ഈ ബിസി വരുന്നത്? അല്ല, അത് അമ്മ ആ ടൈം ആകുമ്പോ വിളിക്കുന്നത്. രാവിലെ ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പിന്നെയും വിളിച്ചാ. അത് ആടെ എല്ലാരും ഉണ്ട് എൻ്റെ വീട്ടില്. അവിടുന്ന് കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്, അതുകൊണ്ട് വിളിച്ചതാ. എന്നാ പിന്നെ ഞാൻ വിളിക്കുന്നേ കാണിക്കുമല്ലോ അതില്. കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞ ഏട്ടൻ വിളിക്കുന്നുണ്ട്, പിന്നെ വിളിക്കാം, രാവിലെ വിളിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഏട്ടനെ കോൾ എടുത്തത്. എന്നാലും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് അപ്പോൾ കട്ടാക്കിയിട്ട്, പക്ഷെ നീ ഇത് വിളിക്കുന്നതും കുറച്ച് ലേറ്റ് ആയിട്ടില്ല. എന്നാലും അതുകൊണ്ട് ചോദിച്ചോ. ഞാൻ വിചാരിച്ച് കട്ടാക്കിയിട്ടില്ലേ? ആ കൊറേ സമയം ചോദിച്ചാ. സംസാരിച്ചപ്പ അതിന്റെ ഇടയിലേ കട്ടാക്കിട്ട് വിളിച്ചേട്ടനാ. ആ ചോദിച്ചതാ. പിന്നെ എങ്ങനെയുണ്ട്? നല്ല തന്നെ. ചിലപ്പോ എനക്ക് അങ്ങ് പോകേണ്ടി വരും വീട്ടില്. എന്ത്? ഒരു ദിവസം നിക്കാൻ വേണ്ടിട്ട്. അന്നേരം വീട്ടില് ആരും കാക്കണ്ടേ? അതിപ്പോ ഏട്ടന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒറ്റ ദിവസം നിന്നാ മതി, ഒരു രാത്രി മാത്രം. എന്നാ നീ ഓളെ കൂട്ടി, എനിക്ക് ഓളെ വിളിക്കണോ? ആരാ? ചേച്ചീനെ? അല്ലേ, നീ അമ്മേനെ കൂട്ടിട്ട് ഓളെ വീട്ടിലാക്കി കൊടുത്തേ. ആ, എനക്ക് ഒരു ദിവസം നിൽക്കണ്ടു. ആ, അമ്മേനെ കൂട്ടിട്ട് ഓളെ വീട്ടിലാക്കി കൊടുത്തേ. പിന്നെ ഏട്ടൻ എന്താ വിശേഷം? എനിക്കെന്താ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇല്ല ഏട്ടാ, എനക്കൊരു പാദസരം മൂക്കൂത്തി വാങ്ങാൻ പൈസ തരുമോ? പാദസരം മൂക്കൂത്തുന്നതിന് ഏട്ടൻ്റെ അഭിപ്രായം? മൂക്കൂത്തുന്നതിന് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നല്ല അഭിപ്രായം തന്നെ. പക്ഷെ ഇത് രണ്ടും കൂടി എത്ര പൈസയാവും? അത്രയൊന്നും ആവൂല, കുറച്ചല്ലേ ആവും. കുറച്ചെന്ന് പറഞ്ഞാൽ ഗോൾഡ് അല്ലേ? എനിക്ക് കാലില് റോസ് ഗോൾഡിന്റെ മതി. റോസ് പക്ഷേ ഗോൾഡ് സെയിം ആയാലും റേറ്റാ വരുവാന്ന് തോന്നുന്നു. ഞാൻ അന്വേഷിച്ചിന്. നീ ഇങ്ങനെ പെട്ടെന്ന് നിന്റെ ഓരോ ആഗ്രഹം പറയുമ്പോ, പക്ഷെ മുക്കുത്തി ഒന്നും നീ ഇടാതെയല്ലേ ഇത്ര നാളായിട്ടും. പക്ഷേ മുന്നേ ഒരിക്കൽ മൂക്കുത്തി എന്നോട് കുത്തിയാ എന്തോ നല്ല രസം ഉണ്ടാവും. ഇതിനെപ്പറ്റി നമ്മൾ മുന്നേ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് അത് പാദസരത്തിനെ കൊണ്ടല്ലേ, മൂക്കുത്തിനെ കൊണ്ട് പറഞ്ഞിട്ടില്ല. മൂക്കുത്തിനെ കൊണ്ട് മുന്നേ ഒരിക്കൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇല്ല, എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. മൂക്കുത്തി നല്ല രസം ഉണ്ടാവും പറഞ്ഞേട്ടാ. ആര്? അല്ല, ഇങ്ങനെ എനിക്കും ഇങ്ങനെ തോന്നി രസം ഉണ്ടാവുന്നു. രസം ഉണ്ടാവില്ലേ? എനിക്കെന്തോ അറിയില്ല. പിന്നെ എനിക്ക് വേണമെങ്കിൽ കുത്തുക. എനിക്ക് കുത്തണം. എന്ത്? മൂക്കുത്തി കുത്തണമെന്ന്. പൈസ തരുവോ? മൂക്കുത്തിക്ക് ഓക്കെ, പൈസ തരാം. പക്ഷെ മറ്റേത് നീ നല്ല റോൾഡ് ഗോൾഡ് അങ്ങനെ വാങ്ങിച്ചെടു. കാലോ? കാലിന്. പിന്നെ വാങ്ങുവോ റോസ് ഗോൾഡ്? അതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ വിളിച്ചിട്ട് നാളെ പൈസ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എടുത്ത് തരാനാ. അങ്ങനെയാണെങ്കിൽ ഞാനന്ന് പറഞ്ഞിട്ടില്ലേ, മറ്റേ ഓനില്ലേ ഫ്രണ്ട്, ഓൻ വാങ്ങിത്തരാന്ന് പറഞ്ഞ പാസരം. അപ്പല്ലേ ഏട്ടൻ പറഞ്ഞേ ഓൻ എന്തിനാ വാങ്ങിത്തരുന്ന, ഞാനില്ലേന്നല്ലോ. എനിക്ക് തോന്നുന്നുണ്ടാ ഓൻ ആ ഗോൾഡ് വാങ്ങിത്തരുന്നു. ഓൻ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ വാങ്ങിത്തരാണ്ടിരിക്കോ? വെറുതെ ഒരാളങ്ങനെ പറയുക. നീ എന്നാ പറയുന്നത് മനസ്സിലാകുന്നില്ല. അല്ല, നീ ഇപ്പോഴും ഓനുമായിട്ട് ടച്ച് ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് അങ്ങനെ അയക്കും, അതിന് അത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും എന്തിനെങ്കിലും മെസ്സേജ് അയക്കുന്നത്? അതിപ്പോ നമ്മളിപ്പോ കുറച്ച് നല്ല ഫ്രണ്ട്ലി ആയതില്ലേ ഞാൻ അല്ല, ഏട്ടൻ്റെ അടുത്ത് ഫ്രണ്ട്ലി പറഞ്ഞില്ലേ. ആയതന്നെ. അപ്പൊ ഞാനാരാ അതിന്റെ? ഏട്ടൻ വെറുതെ അതിന്റെ മേലെ ഇങ്ങനെ പിടിച്ച് കയറണ്ട. അങ്ങനെ ഇപ്പൊ ഞാൻ അവന്റെ കൂടെ പോകുന്നൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ അതിനെപ്പറ്റി സംസാരിക്കുന്നത്? ഓക്കെ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇനിയെങ്കിലും അത് വിട്. 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഞാൻ ആകെ ഒറ്റ തവണയെ ഞാൻ അവന്റെ പുഴ മുക്കൊന്നോട്ടുള്ളൂ. അത് പോയി കഴിഞ്ഞു. അത് വിട്ടേട്ടാ, ആ, ഏട്ടനല്ലേ സംശയം. എനിക്കൊരു സംശയമില്ല, ഞാൻ ചോദിച്ചതാ. അന്നെനിക്ക് പൈസ അല്ലേ വേണ്ട. ഞാൻ നോക്കട്ടെ. ഉം, നാളത്തേക്കല്ല, മറ്റന്നാളത്തേക്ക് ഞാൻ നോക്കട്ടെ. ആ മതി. എനിക്ക് നീ പറയുന്നതല്ല ഞാൻ തരുന്നില്ല, അപ്പൊ ഞാൻ പറയുന്നതും കൂടി കേക്ക്. ആ കേക്കാം, മറ്റന്നാൾ മതി. വാങ്ങുമ്പോ ഞാൻ ഫോട്ടോ അയച്ചുതരാം. ഏട്ടന് ഏതാ രസം എന്ന് പറ. അത് വാങ്ങുമ്പോൾ പറയാം. ഉം, എടീ, പിന്നെ ഞാനില്ലേ, ഉം, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഉം. ചോയ്ക്ക്. അതെങ്ങനെയല്ല ചോദിക്കുന്നു, ചോദിക്കട്ടെ എന്നുള്ള. നിനക്ക് നിനക്ക് പഠിക്കുന്ന സമയം ആരോടെങ്കിലും ഇഷ്ടമോ അങ്ങനെയെന്നോ? അത് നീ ഇപ്പൊ ചോദിക്കുന്ന ഇതല്ലോ. ഓരോന്നിനോരോ സമയല്ലേ. നീ പറ, എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമോ കാര്യങ്ങളൊന്നും? ഏയ് അങ്ങനെ എന്തിനാ? എടീ, ഞാൻ ചോദിച്ചതിന് പറ. ഒരിഷ്ടം ഉണ്ടേനു. എന്തിനാട്ടാ അതല്ല ഇപ്പൊ പറയുന്നേ? അല്ല, ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതിന് പറഞ്ഞാൽ മതി. എന്തിനാണ്ട് നീ ഇതിന് പേടിക്കുന്നേ? തനക്ക് പേടിയൊന്നുമില്ല. അതിപ്പോ ഒട്ടുമിക്ക ഇപ്പൊ ഒന്നും ആൾക്കാർക്കും ഉണ്ടാവില്ലേ. കോണ്ടാക്ട് ഉണ്ടോ നിങ്ങൾ? ആദ്യം ഇഷ്ടമുള്ളവൻ തമ്മിലാ? ആ, ഇല്ല. അവരും നീയും തമ്മിൽ അന്ന് എന്തെങ്കിലും നടക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ഏട്ടനെന്നാ? നീ പറ. അങ്ങനെ എന്താ, അങ്ങനെയൊന്നുമില്ല. അതെന്താ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായില്ലേ? ആ, അതാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഇപ്പോഴുള്ളത് പോലെയല്ല ഏട്ടാ. ആദ്യം നമ്മള് ലവേഴ്സ് ആയിരിക്കുന്ന സമയത്ത് പോയാലും പോവാ ബീച്ച്, പാർക്ക്. അല്ലാണ്ട് ഇപ്പൊ അവിടെ പോവാനാ കോളേജിൽ പഠിക്കുന്ന സമയത്ത്? എന്നാലും എന്തെങ്കിലും ചെറിയ കാര്യമെങ്കിലും. അതൊന്നും പിന്നെ അങ്ങനെ ഇല്ലാണ്ട് അങ്ങനെ നിൽക്കൂലല്ലോ. അതിപ്പോ നമ്മളൊരു ബീച്ച് ഉണ്ട് നമ്മള് അവിടെ തന്നെയുള്ള കോളേജിന്റെ പരിസരത്തുള്ള. അവിടെ ഒരു കാടും പ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും വരൂല. പിന്നെ ലീവ് ഇല്ലാത്ത ടൈം, വർക്കിംഗ് ഡേയിലാണെങ്കിൽ തീരെ ഉണ്ടാവില്ല ആൾക്കാർ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെ പോലത്തെ കപ്പിൾസ് അധികവും കോളേജിലത്തെ പിള്ളേർ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ അവിടെ പോയപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോ എന്തെങ്കിലും അവിടെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യം, അങ്ങനെ ഏട്ടൻ വലിയ കാര്യങ്ങളൊക്കെ. ഞാനും കൂടെ അറിയത്തില്ലേ എന്തുണ്ടാവും പറയാ. ആ, ഓൻ എൻ്റെ കയ്യിൽ എടുത്ത് വെച്ചേരും. പിന്നെന്താ, അങ്ങനെയെല്ലാം തന്നെ, വേറെ ഒന്നുമില്ല. ഞാൻ എന്നെ ഒന്നും ചെയ്യണമെന്ന് സമ്മതിച്ചിട്ടില്ല. നീ ഒന്ന് കറക്റ്റായിട്ട് പറ. കറക്റ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ പറയണ്ടേ? അതാദ്യം നടന്നതല്ലേ, കല്യാണത്തിന് മുമ്പ്. അതെ, ഇപ്പത്തെ ആണെങ്കിൽ ഞാൻ ഏട്ടന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇപ്പത്തെ അല്ല, നീ കാണിച്ചു അന്നത്തെ പറ. തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പാർക്ക് പോകുന്നവരേ ഉണ്ടായിട്ടുള്ളൂ. ഓന ആ സാധനം എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിരും. ആ, പിന്നെ ഞാനത് ജസ്റ്റ് എന്നാ അപ്പൊ അന്നേരം ഒന്ന് ആദ്യമായിട്ട് കാണുന്ന, അങ്ങനെയുള്ളത് തന്നെ, അല്ലാണ്ടൊന്നുമില്ല.
എന്താ ഏട്ടാ വേറെന്തെങ്കിലും ചോദിക്കും.